റീസെന്റ് സൗദി പ്രോമെട്രിക് വിന്നറാണ്. ഞാൻ ആന്റണീസ് അക്കാഡമിന്ന് ഞാൻ 3 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും ഒരു ക്രാഷ് കോഴ്സാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആന്റണീസ് അക്കാഡമിയിൽ പഠിച്ചത് കൊണ്ടാണ് ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സാകാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിനു മുന്നേ ഞാൻ വേറെ കുറെ അക്കാഡമിയിൽ പഠിച്ചിട്ടാണ് സാറിന്റെ അടുത്ത് ഞാൻ പഠിക്കാൻ വന്നത്. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരുടെ പറയാനുള്ളത്, എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഓൺലൈൻ ക്ലാസ്സും ക്രാഷ് കോഴ്സും രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം ഞാൻ ഇവിടെ ക്രാഷ് കോഴ്സിന് പോയ സമയത്ത് ആ 11 ഡേയ്സ് ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കൂടുതലും തിയറി ആയിരിക്കും സാറ് പഠിപ്പിക്കുക. ക്രാഷ് കോഴ്സിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാറ് നോക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പം സാർ എല്ലാ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അതിനോടൊപ്പം കുറെ തിയറീസും പറയുന്നുണ്ടെങ്കിലും ഞാൻ അപ്പോൾ ഓർത്ത് എങ്ങനെയെങ്കിലും ഓൺലൈനിൽ നന്നായിട്ട് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റിയതിനെ. അപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന എല്ലാവരുടെ പറയുന്നത് തിയറി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പൊ ക്രാഷ് കോഴ്സ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ക്രാഷ് കോഴ്സ് മസ്റ്റായിട്ട് ഒരെണ്ണമെങ്കിലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ എക്സാമിന് ഒരു സാറ് പറയുന്നത് പോലെ ഒരു 10 ദിവസം, ഒരു 7 ദിവസത്തിനകം പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് എഴുതുകയാണെങ്കിൽ എന്തായാലും എഴുതിയെടുക്കാൻ പറ്റും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നും അല്ല. പക്ഷെ ഞാൻ അവിടെ ക്രാഷ് കോഴ്സ് പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. സാർ അതോടൊപ്പം തന്നെ കുറെ മോട്ടിവേഷൻ തരുന്നുണ്ട്. നമ്മള് പഠിച്ചു പോയാൽ നമുക്ക് തന്നെ കൊള്ളാം, വീട്ടില് നമുക്ക് തന്നെ ഒരു 1 lakh സാലറിയിൽ വർക്ക് ചെയ്യാം, വീട്ടുകാരെ അതുപോലെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉയർത്താൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് ശരിക്കും അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. കാര്യം റീസെന്റ് ആയിട്ടാണ് എനിക്ക് എന്റെ ഫാദർ ലോസ് ആയത്. അതിനുശേഷമാണ് ഞാൻ ഈ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് വരാനൊക്കെ പറ്റിയത്. പക്ഷെ ഇതെല്ലാം ഒരു കാരണമായിട്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് ആ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. അത് ഇനി അവിടെ നമുക്കൊരു തിയറി ടെക്സ്റ്റ് ബുക്ക് തരും. അത് വായിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ സാറിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മള് കോളേജിൽ കുറെ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാ ടീച്ചേഴ്സിനും പഠിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിലും മനസ്സിലാക്കി തരാൻ വളരെ കുറച്ച് ടീച്ചേഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാർ ഒരു ഗ്രേറ്റ് ടീച്ചർ ആണെന്നാണ് ഞാൻ പറയുന്നത്. സാറിന് എത്ര ടഫസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും സാർ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നമുക്കതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈവൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും കുറച്ച് ലോ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിലും സാർ അത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സാറ് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിനോട് താങ്ക് യു പറയുകയാണ്. അതുപോലെ തന്നെ സാറിന്റെ ടീമും വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അന്ന് ഒരു സാർ വന്ന് ചെയ്യിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടി. എനിക്ക് ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് 30 minutes ടൈം ഉണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ടിൽ എനിക്ക് 45 minutes ടൈം കിട്ടി. ടൈം നന്നായിട്ട് മാനേജ് ചെയ്ത് എഴുതാനും ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ്സാവാനൊക്കെ സഹായിച്ചത് ആന്റണീസ് അക്കാഡമിയാണ്. സോ താങ്ക് യു സോ മച്ച് സാർ, സാറിന് സാറിന്റെ ടീമിന്.